ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുംബ്രൈറ്റ്സ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യനെല്ലി വരെ പോവാണ്. അപ്പോൾ സൂര്യനെല്ലി വരെ പോകാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പുലിക്കുട്ടനെയാണ്. ഇവനെയും കൊണ്ട് നമ്മൾ നേരെ സൂര്യനെല്ലി വരെ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നേരെ സൂര്യനെല്ലി. അപ്പം നമ്മുടെ കൂടെ പോരാനുള്ളത് നമ്മുടെ ചങ്ക് ടോബിൻ ബ്രോയും ഫാമിലിയാണ് കേട്ടോ. പുള്ളിക്കാരൻ തന്നെയാണ് തലേദിവസം ഇങ്ങനെ ജസ്റ്റ് ഒരു പ്ലാൻ പറയുന്നത്, എടാ നാളെ നമുക്കെന്നാൽ സൂര്യനെല്ലിക്ക് പോയാലോ, അവിടെ മറ്റേ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഉദ്ദേശം വെച്ചാണ് ഇത് ഇവിടുന്ന് വണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇടുക്കി ജില്ലയിൽ, നമ്മുടെ വീടാണിത്, ഇടുക്കി ജില്ലയിൽ പടമുഖം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അവിടുന്ന് മുരിക്കാശ്ശേരി കൂടി, കമ്പിളികണ്ടം, അതുപോലെ 5-ാം മൈൽ, അങ്ങനെ നമ്മൾ അവിടുന്ന് രാജകുമാരി, രാജാക്കാട്, അങ്ങനെ പോകുന്ന വഴിയിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ചിന്നാർ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തും. മുരിക്കാശ്ശേരിയിൽ നിന്ന് തൊട്ടടുത്ത് തന്നെ ചിന്നാർ. ഈ ചിന്നാർ പണ്ട് ചെറിയൊരു ആറ് മാത്രമായിരുന്നു, അതിപ്പം കെട്ടി ഡാമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ പവർ പ്ലാന്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ തന്നെ പൊന്മുടി, ഇതാണ് പൊന്മുടി ഡാം. അപ്പം അവിടെ കഴിഞ്ഞ് ഇടയിലുള്ള മൊത്തം കാഴ്ചകൾ നമുക്ക് കാണാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഓടിച്ച് അത്യാവശ്യം ഗ്രാമീണ ഭംഗിയുള്ള സ്ഥലങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഇത് നമ്മുടെ പൊന്മുടി ഡാമാണ്. അപ്പം തിരുവനന്തപുരത്ത് ഒരു പൊന്മുടി ഡാമുണ്ട്, അതല്ല, ഇത് ഇടുക്കി ജില്ലയിലുള്ള പൊന്മുടി ഡാം, ഇതൊന്ന് മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവിടെ ഒത്തിരി സഞ്ചാരികളും ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് അവിടെ വന്ന് എല്ലാം കണ്ടും കേട്ടൊക്കെ പോകുന്ന സ്ഥലങ്ങളാണ്. മാത്രമല്ല സൂര്യനെല്ലിക്ക് പോകാനും അതുപോലെ ആ ഭാഗത്തോട്ട് രാജകുമാരി, രാജാക്കാട, അങ്ങനെയൊക്കെ പോകാനൊക്കെ ഈ വഴികളൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പം ഒത്തിരി ജീപ്പ് സവാരി കാര്യങ്ങളും എല്ലാം നമുക്ക് അവിടെ കാണാം. അതുകൊണ്ട് അഡ്വഞ്ചർ ട്രിപ്പൊക്കെ അവിടെ പോകുന്ന വഴികളൊക്കെ ഉണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്നും പോയി തീരില്ല. അങ്ങനെ ബോട്ട് ട്രിപ്പൊക്കെ, നല്ല ബോട്ട് സവാരിയൊക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. നമുക്ക് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര കുളിർമ തരുന്ന ഒരു കാഴ്ച. എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കിലാണ്. എന്തായാലും വീണ് കിട്ടിയ അവസരം പാഴാക്കാതെ ഞങ്ങൾ മുന്നോട്ട്. സ്വാമി എങ്ങനെയുണ്ട് പൊന്മുടി ഡാം? അടിപൊളി. മമ്മി നേരത്തെ വന്നിട്ടുണ്ടോ? പൊന്മുടി ഡാം വന്നിട്ടുണ്ടോ? ഇല്ല. ആ, അപ്പൊ കാണാത്തവരൊക്കെ ഒത്തിരി പേരുണ്ട് ഈ കൂട്ടത്തില്. കാണാത്തവരൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്. ആ അതെ, അല്ല അത് ആദ്യമേ പറഞ്ഞില്ല, നമ്മൾ ഇടുക്കിക്ക് മാത്രം അവകാശപ്പെടാവുന്ന പൊന്മുടിയാണ്. തിരുവനന്തപുരത്ത് ഒരു പൊന്മുടി ഡാമുണ്ട്. ആ പൊന്മുടി അല്ല കേട്ടോ, നമ്മൾ ഇടുക്കി പൊന്മുടിയാണിത്. നമുക്ക് ഇനിയും എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? നമുക്ക് 40 കിലോമീറ്ററോടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ സൂര്യനെല്ലി. വരൂ എല്ലാരും വരൂ. നേരെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോവാം അല്ലേ? വേറെ ഒന്നുമല്ല കേട്ടോ, ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് പിന്നീട് ഇവിടെ വരാൻ പറ്റില്ല, അവസരം മുതലാക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ടോബിൻ ബ്രോ അതൊക്കെ കഴിഞ്ഞ് വരുവാണ്. പിന്നെ നമ്മുടെ പാമ്പ് പാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു, എന്താ പറയുന്നത്, അടിപൊളിയാണെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. ഞാൻ പോയിട്ടില്ല, പക്ഷേ ഇപ്പം നമുക്കതിന് സമയം ഇല്ലാത്തതുകൊണ്ട് പോകുന്നു. പക്ഷേ ജീപ്പിലാണ് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. നല്ല വ്യൂ പോയിന്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ വണ്ടി എടുത്തു. പിന്നെ ശരിക്കും ഡാമിൻ്റെ മുകളിൽ കൂടെയുള്ള വഴി കൂടെ ആയിരുന്നു പോകേണ്ടത്. അപ്പോൾ അതിൽ പോകുന്നേക്കാളും ഇത്തിരിയും കൂടി കാഴ്ചയ്ക്ക് കാണാനൊക്കെ ഇത്തിരിയും കൂടി ഉള്ളത് നമുക്ക് ഈ വഴി കൂടെ പോവുകയാണെങ്കിൽ ഒരു, എന്താ പറയുന്നത്, കുറച്ച് വ്യൂസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തു. അങ്ങനെ ഒരു സൈഡ് മുഴുവൻ പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന വഴിയാണ്. താഴോട്ട് ആ ഡാമിൻ്റെ വെള്ളം ഒഴുകി പോകുന്ന ആ ഭാഗങ്ങളാണ്. താഴ്വശത്ത് ഒരു നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത്. ലെഫ്റ്റ് സൈഡ് മൊത്തം പാറയൊക്കെ കട്ട് ചെയ്ത് അത് നല്ല രസമായില്ലേ പോകുമ്പോൾ. പിന്നെ നമുക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ സഹോദരന്മാരെ ഒരുപാട് പേരെ കാണാം, ജീപ്പ് സഹോദരന്മാരെ. കാരണം ഇവിടെ നമുക്ക് ആ പാമ്പുപാറ വ്യൂ പോയിന്റ് കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് ജീപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ കണ്ടോ ഒരു ജീപ്പ് വരുന്നുണ്ട്. അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു യാത്രയാണ് ഇതിൽ പോകുമ്പോൾ. നമുക്ക് ആ കാറ്റും തണുപ്പും എല്ലാം, അത് എന്താ പറയുന്നത്, ഇടുക്കിയെക്കുറിച്ച് നമ്മൾ വീണ്ടും നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴത്തേനും ആ പോയ വഴി ചെറിയ മരം എന്തോ വീണ് വഴി ബ്ലോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് ഡാമിൻ്റെ മുകളിൽ കൂടിയുള്ള വഴിയെ വന്ന്. അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് നമുക്ക് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കിട്ടി. മാത്രമല്ല അവിടെ ആൾക്കാരൊക്കെ നിന്ന്, എന്താ പറയുന്നത്, ഫോട്ടോ എടുപ്പും അതുപോലെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ നിന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു സ്ഥലമുണ്ട്. പക്ഷേ നമ്മൾ സമയം കുറവായിരുന്നുകൊണ്ട് അവിടെ നിർത്തിയില്ല. ഇങ്ങനെയുള്ള വഴികളിൽ കൂടെയൊക്കെ ജീപ്പ് ഓടിക്കാൻ നമുക്ക് അതിയായ ആഗ്രഹമുള്ളതാണ് എനിക്ക്. പക്ഷേ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്, കാരണം നമുക്ക് വീഡിയോയും കൂടി എടുക്കേണ്ടതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പം രാജാക്കാട് ടൗൺ എത്തി കേട്ടോ.
ഈ രാജാക്കാട് ടൗൺ എത്തിയപ്പോൾ നമുക്കൊരു പ്രത്യേകത പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഏലക്കാട് മണം, ഏലക്ക നമ്മുടെ കാടമത്തിൻ്റെ മണം അതിൻ്റെ മൂക്കിലോട്ട് എല്ലാവർക്കും അടിച്ച് കയറി ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അത് അവിടെ എന്തോ സ്റ്റോറോ എന്തോ കാണും, ഏലക്ക ഉണങ്ങുന്ന സ്ഥലം വല്ലതും ആയിരിക്കും. എന്തായാലും അത് പറയാൻ പറ്റാത്തൊരവസ്ഥ, നല്ലൊരു മൂഡായി. ടൗൺ അങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ശരിക്കും ആ മൂന്നാറിലൊക്കെ പോകുന്ന അതേ ഫീല്. നമ്മുടെ തേയിലത്തോട്ടം, രണ്ട് സൈഡും തേയിലത്തോട്ടം, ഇടയ്ക്കൂടെ സിൽവർ റോക്ക് മരങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു രസകരമായിട്ടുള്ള കാഴ്ച കേട്ടോ. നമുക്ക് അത് കുറേ ഇച്ചിരിയൊന്നും അല്ല, കണ്ണെത്താ ദൂരം ഇങ്ങനെ കിടക്കുവാണ്. നമ്മൾ ഇതും കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമേറിയ നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോയ ഗ്യാപ്പ് റോഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് മൂന്നാർ ലെഫ്റ്റും കുമിളി റൈറ്റ് സൈഡും ഒക്കെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, സൈൻ ബോർഡുണ്ട്. അപ്പം നമ്മൾ ഗ്യാപ്പ് റോഡിലോട്ട് കയറുവാണ്. ഇത് നമ്മുടെ മൂന്നാറും മധുരയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന റോഡാണ്, കണക്ട് ചെയ്യുന്ന റോഡാണ് അത്. അപ്പം ഇവിടെയൊക്കെ എന്താ പറഞ്ഞാൽ ഈ ഒരു വിൻ്റർ സമയത്ത് ഇതിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രസം കേട്ടോ. ഭയങ്കര രസം, നല്ല. അതും നമ്മൾ ജീപ്പിലും ഓപ്പൺ ജീപ്പിലും കൂടെ ഒക്കെ ആയതുകൊണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ തുറന്നു വെച്ച് പോകുമ്പോൾ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ അരിക്കൊമ്പനെ കൊണ്ടുപോയ ആ ഗ്യാപ്പ് റോഡ്. അന്നൊക്കെ എന്തായിരിക്കും അവസ്ഥ, മുഴുവൻ വണ്ടികളും അരിക്കൊമ്പനെ ഇങ്ങനെ യാത്രയാക്കി വിടാൻ കുറച്ച് സന്തോഷമുള്ള ആൾക്കാരും അരിക്കൊമ്പം പോകുന്നതിന് ദുഃഖമുള്ള ആൾക്കാരും. ഈ നാട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര ദുഃഖമായിരുന്നു കേട്ടോ അരിക്കൊമ്പം പോയത്. അത് ഇപ്പോഴായാലും അങ്ങനെയൊക്കെ തന്നെ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് തോന്നി ആ അരിക്കൊമ്പനെ കൊണ്ടുപോയ ആ റോഡിൽ അവിടെ ഒന്ന് നിർത്തി ഇറങ്ങി അവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകുന്നത്. എന്തായാലും കാണാനുള്ളൊരു കാഴ്ച തന്നെ ഉണ്ട് കേട്ടോ. വേണോ ചേച്ചി? മധ്യപ്രദേശിലുണ്ട് അത് കൂടെ വഴിയൊക്കെ? എവിടെ ഉണ്ട്? പിന്നെ ചുമ്മാ പറയല്ല, ഇതൊക്കെ ഞങ്ങളുടെ അരിക്കൊമ്പനെ ഒക്കെ ഉണ്ടായ. ആ പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ വേണം, നമുക്ക് അതൊക്കെ ഉണ്ടല്ലോ, അരിക്കൊമ്പനും പടയപ്പയും പിന്നെ ഉണ്ടല്ലോ കുറെ ഐറ്റംസ്, ചാക്കാക്കൊമ്പൻ. ഈ വക ഐറ്റംസ് എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഇടുക്കി കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു. പിന്നെ വലിയ താമസിക്കാതെ തന്നെ അവിടെ ചെന്നേക്കാം, കാരണം സിപ്പ് ലൈനെ കയറുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ അവിടുന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ വെട്ടമൊക്കെ ഉള്ളപ്പോൾ ചെയ്താലാണല്ലോ ഒരു രസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരെ അവിടുന്ന് വെച്ച് പിടിച്ചു. ഇനി ഇതേണ്ട വെറും 3 കിലോമീറ്ററേ ഉള്ളൂ സൂര്യനെല്ലിക്ക്. നമ്മളെ ബോർഡൊക്കെ കണ്ടു. നമ്മൾ തിരിഞ്ഞിങ്ങ് കയറുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും നമ്മുടെ ആവശ്യാനുസരണം ചൂസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് നമുക്കതെല്ലാ ഫെസിലിറ്റികളും ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളിതേ സൂര്യനെല്ലി ടൗണിലോട്ടെത്തി. ടൗണിൽ കയറി നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് സിപ്പ് ലൈനാണ്. ഇത് ഇന്ത്യയിലെ തന്നെ 1.8 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം, ഏറ്റവും വലിയ സിപ്പ് ലൈൻ. പക്ഷെ നമ്മൾ ശരിക്കും ആ ഏറ്റവും വലുതിലോട്ട് പോയില്ല. അത് ഇച്ചിരി മൗണ്ടനൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ. അത് അവരുടെ വണ്ടികളിലൊക്കെ തന്നെ വേണം അതിൻ്റെ മുകളിലോട്ട് പോയിട്ട് പോകാൻ. നമ്മൾ 2 സിപ്പ് ലൈനാണ് അവിടെ ഉള്ളത്, ഒരെണ്ണം വലിപ്പം കൂടിയതും ഒരെണ്ണം വലിപ്പം കുറഞ്ഞതും. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ചെറിയ സിപ്പ് ലൈൻ ആട്ടോ. നമുക്ക് വലിയ സിപ്പ് ലൈൻ എന്ന് പറയുന്നത് അതൊരു ശരിക്കും ഒരു അഡ്വഞ്ചർ ടാസ്ക് തന്നെയാണ്. അതിന് മാത്രമല്ല നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്, നമ്മൾ അതിനങ്ങ് നിന്നില്ല, എല്ലാവർക്കും കയറാൻ താല്പര്യവും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് പോയില്ല. ഇത് ഏറ്റവും വലുതെന്ന് പറയുന്നത് ഏകദേശം 2 കിലോമീറ്ററോളം നീളവുമുണ്ട്. ഇന്ത്യയിലെ തന്നെ വലിപ്പം കൂടിയ സിപ്പ് ലൈനാണത്. അപ്പം അതിൻ്റെ പേര് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈഗിൾസ് ഫ്ലൈറ്റ് എന്നാണ്. അപ്പം നമ്മൾ ഏകദേശം ആ സിപ്പ് ലൈനിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ കയറാൻ പോകുന്ന ഈ സിപ്പ് ലൈനിന് 400 മീറ്റർ നീളമുള്ളൂ കേട്ടോ. അപ്പോൾ ചിന്തിച്ചാൽ മതി, ഏകദേശം 1.8 എന്ന് പറയുമ്പം 1800 മീറ്റർ. അതെത്ര വലുതായിരിക്കും. ഒരു 2 മല ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, അക്കരെ 2 മല തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതിലാണ് പോകേണ്ടത്. നമുക്ക് കാണാൻ പറ്റും ആ 2 മലകൾ തമ്മിലാണ്, അങ്ങേറ്റവും ഇങ്ങേറ്റവും 2 മലകൾ. ഇവിടുന്ന് നമുക്ക് അത്ര സൂം ചെയ്താൽ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ സാരഥിയായി ടോവിനെ നമ്മൾ സിപ്പ് ലൈനിൽ കയറ്റാൻ വിടുവാണ്. ടോവിനെ സെറ്റല്ലേ? സെറ്റായി. അങ്ങനെ സൗമ്യ റെഡി ആയിരിക്കുകയാണ്. പൊളിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാ ഹെൽമെറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. താഴോട്ട് തല പൊട്ടി ചാവരുത്, പക്ഷി പറക്കുന്ന പോലെ പറഞ്ഞോണം. കിളിയാണല്ലോ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത്.
ഇതേ പോകാനുള്ള 4 പേരും കൂടെ കയറുന്നേ. അതുകൊണ്ട് ഇവരാണ് നമ്മുടെ സാരഥികളെ കമ്പിയെ തൂക്കി പറന്ന് പക്ഷികളെ പോലെ വാനത്തിലൂടെ അങ്ങേ ഇങ്ങേയുള്ള ചെല്ലിടും. അയ്യോ, നമ്മുടെ ഒരു സാരഥി സനില് പോന്നിട്ടുണ്ട്. അജാനെ സനിലിന് ഒരു പേടിയില്ലായിരുന്നു. പുള്ളി സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. പുള്ളി സേഫ് ആയിട്ട് അവിടെ എത്തി. അടുത്ത നമ്മുടെ സൗമ്യ വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. പേടിയെല്ലാം മനസ്സിൽ കുഴിച്ചു പൊടിക്കണ്ട്. അതെ, അവിടെ ചെന്നപ്പോ സ്പീഡ് കുറഞ്ഞു. ഇവിടെ ഇത്ര ഭാഗത്ത് ഇത്ര സ്പീഡ് ഉള്ളൂ. ഇവിടെ അങ്ങോട്ട് ഇറക്കാൻ സൗമ്യ അങ്ങനെ സേഫ് ആയിട്ട് അവിടെ റീച്ച് ചെയ്തു. അടുത്ത് നമ്മുടെ ടോയിം ബ്രോ വരുന്നുണ്ട്. മച്ചാ അങ്ങനെ ഞങ്ങളുടെ സൂര്യനെല്ലി പരിപാടി അടിപൊളിയായിട്ട് വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ മഴയൊക്കെ കാരണം ചിലപ്പോൾ പണി കിട്ടുമെന്നുള്ള വിചാരം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലാതെ നമുക്ക് ആ സംഭവം അടിപൊളിയാക്കാൻ പറ്റി. ഇവർ 4 പേര് നമ്മുടെ സിപ്പിൽ പോയി. പിന്നെ എന്തായാലും വേണ്ടില്ല, സംഭവം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം? നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞേ, സെറ്റപ്പ് ആയിരുന്നു. അപ്പൊ വീണ്ടും അടുത്ത പരിപാടിയായിട്ട് കാണാം. ബൈ.